കഴിഞ്ഞ ദിവസം രേണു സുധിയുടെ ഒരു ഇന്റർവ്യൂ നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വിഷയം രാഹുൽ ദാസിനെതിരെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ്. അതായത് ആങ്കർ രേണു സുധീനോട് ചോദിച്ചു, കിച്ചു രേണു സുധിയെ ഗർഭമാക്കിയെന്ന്. അങ്ങനെ ഒരു ചോദ്യം കേട്ട നോർമലി അമ്മമാർക്ക് എന്താ തോന്നുക? ചെരുപ്പൂരി അടിക്കാനല്ലേ തോന്നും. പക്ഷെ രേണു സുധിയുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? പൊട്ടിച്ചിരിച്ച് അട്ടഹസിച്ചായിരുന്നു. അപ്പൊ തന്നെ നമ്മൊരു സംശയം പ്രകടിപ്പിച്ചതാണ്, രേണു സുധി കരുതിക്കൂട്ടി ആങ്കറിനെ കൊണ്ട് ഈ ചോദ്യം ചോദിപ്പിച്ചതാണോ എന്ന്. എന്തായാലും അങ്ങനെ തെളിയിക്കുന്ന ഒരു ശബ്ദരേഖ പുറത്തു വന്നിട്ടുണ്ട്. നമുക്ക് അതിന്റെ കുറച്ച് ഭാഗം ഒന്ന് കേട്ടിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ഇതിന് ഇന്റർവ്യൂ ചെയ്തത് നിങ്ങളായിരുന്നു? നമ്മുടെ ചാനലിൽ വന്നത്. അതെ. പിന്നെ അത് നിങ്ങള് അങ്ങോട്ട് പോയിട്ട് ഇന്റർവ്യൂ ചെയ്താണോ? ഞാൻ ഒന്നും വിചാരിക്കില്ലട്ടോ സാറേ. അങ്ങനെ എന്തിനാണ് ആ കൊച്ചിനെ വീണ്ടും അതിലേക്ക് വലിച്ചിടുന്നത് ആവശ്യമില്ലാതെ? നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ അത് ചോദിച്ചിട്ട് മാറുകയല്ലേ ചെയ്യണ്ടേ? എല്ലാവരും അവർക്ക് ചികിത്സക്ക് പൈസ ഇല്ല എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് നമ്മൾ പോയത്. അല്ല സാർ, അത് മോശമല്ലേ, പാവമല്ലേ? നമുക്ക് വീട്ടിൽ അവർക്ക് പൈസ നമ്മൾ കൊടുത്തിട്ടാണ് എടുത്തേക്കുന്നത്. അത് അറിയാം, അത് നമുക്കെല്ലാം അറിയാം. ഈ ശബ്ദ സന്ദേശം വെച്ചും രേണു സുധിനോട് ആങ്കർ ആ ചോദിച്ച ചോദ്യവും വെച്ച് എന്തോ ഒരു കണക്ഷൻ ഇല്ലേ? അതായത് രേണു സുധി ചികിത്സയ്ക്ക് പണത്തിനായി വിളിച്ചൊരു ഇന്റർവ്യൂ ആങ്കർ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നു. ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇങ്ങനൊരു വിഷയം കിച്ചുവിനെതിരെ പറയുമ്പോൾ സോഷ്യൽ മീഡിയയിൽ അത് ചർച്ചയാവും. സ്വാഭാവികമായി രേണു സുധിക്ക് ഹൈപ്പ് കിട്ടും. ആ ഹൈപ്പ് യൂട്യൂബ് ചാനലിലും ഇൻസ്റ്റാഗ്രാമിലും റിഫ്ലക്റ്റ് ചെയ്യും. അത് കാശാക്കി മാറ്റാം എന്നതാണ് സത്യാവസ്ഥ. എന്തായാലും മക്കളെ ഇങ്ങനെ കുരുതി കൊടുത്ത് ജീവിക്കുന്ന ഒരേ അമ്മ രേണു സുധി മാത്രമേ കാണൂ. അത് ഇവരുടെ ഓരോ പ്രവൃത്തിയിലും തെളിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ കിച്ചുവിന്റെ ഓരോ വീഡിയോസ് കണ്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, രേണു സുധി ഇങ്ങനെ ഓരോ അലിഗേഷൻസ് ഇട്ട് കൊടുക്കുമ്പോൾ സ്വന്തം നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ മാത്രമാണ് കിച്ചു ഇടുന്നത്. അല്ലാതെ രേണു സുധിനെ കരിവാക്കി കിച്ചുവിന് അടിമേടിക്കേണ്ട ഗതികേടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എനിക്ക് രേണു സുധിനോട് പറയാനുള്ളത്, നിങ്ങൾ കിച്ചുവിനെതിരെ എന്തൊക്കെ അലിഗേഷൻസ് ഇട്ടാലും കിച്ചു നിരപരാധിയാണെന്നും സത്യസന്ധനാണെന്നും നിങ്ങളുടെ ഓരോ പ്രവൃത്തിയിലൂടെയും തെളിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളാണ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഓരോ അലിഗേഷൻസ് സ്വയം നാറുന്നത്. എന്തായാലും നിങ്ങൾ പറയുന്നത് അങ്ങനെ കണ്ണും പൂട്ടി വിശ്വസിക്കാൻ ഞങ്ങൾ ജനങ്ങൾ മണ്ടന്മാരല്ല. എന്തായാലും നിങ്ങൾക്ക് ഈ വിഷയം കേട്ടിട്ട് എന്ത് തോന്നുന്നു എന്ന് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.